ഓം ശരവണഭവ ആറുമുഖം അരുളിടും അനുദിനവും ഏറുമുഖം. ഐ ആം വിപിത പ്രകാശ്. വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അസിസ്റ്റ് ബ്രഹ്മമുഹൂർത്ത എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ ജോയിൻ ആവാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പ്രചോദനം വേണം, ഒരു പുഷ് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഏതൊരു ന്യായമായ ആഗ്രഹവും നടക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്ന അത്യപൂർവമായ ഒരു ദിവസമാണ് മിഥുന മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ജൂലൈ 1 ചൊവ്വാഴ്ചയാണ് ഷഷ്ടി ദിനം. ഈ ദിവസം ഷൺമുഖ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. മിഥുന മാസവും ചൊവ്വാഴ്ചയും ഷഷ്ടിയും ശുക്ലപക്ഷവും ഉത്തരം നക്ഷത്രവും ചേർന്ന് വരുന്ന ഒരു അപൂർവ സംഗമം. ഇനി പറയാൻ പോകുന്ന ഈ സമയത്ത് പറയുന്ന രീതിയിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ മാറി സകല ഐശ്വര്യങ്ങളും സമ്പത്തും സമാധാനവും നിലനിൽക്കും. മാത്രമല്ല, ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം നല്ല രീതിയിൽ കുറയുന്നതിനും പ്രണയ സാഫല്യം, ഭൂമി സംബന്ധമായിട്ടുള്ള ഗ്രഹസംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ, വിവാഹ തടസ്സം, സന്താന ഭാഗ്യം എന്നിവയ്ക്ക് വളരെ ഉത്തമമാണ്. ആദ്യം ചൊവ്വാഗ്രഹവും കാർത്തികേയനും എങ്ങനെ ബന്ധപ്പെട്ടുവെന്ന് നോക്കാം. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗാരകനാണ്. അംഗാരകൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്കാരകൻ. അതുകൊണ്ട് തന്നെ ഭൂമി, വീട്, നിലസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും വിൽക്കുന്നതിന് വേണ്ടിയും ചൊവ്വ പ്രീതി വരുത്തുന്നത് അത്യുത്തമം. എന്നാൽ ഈ ചൊവ്വ ഭഗവാന് തന്നെ അധിപതിയാണ് നമ്മുടെ കാർത്തികേയൻ മുരുകൻ. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം മുരുകനെ വഴിപെടുന്നത് ചൊവ്വ പ്രീതിയോടുകൂടി വളരെ നല്ല ഫലം തരുന്നു. ഇന്ന് ജൂൺ 30 സ്കന്ദ പഞ്ചമിയാണ്. നാളെ ജൂലൈ 1 കുമാരഷഷ്ടി. ജൂലൈ 2 സ്കന്ദ സപ്തമി കൂടിയാണ്. പഞ്ചമിയും തിങ്കളും ചൊവ്വയും ഷഷ്ടിയും ബുധനും സപ്തമിയും ചേർന്ന വിശേഷം കൂടിയുണ്ട് ഈ 3 ദിവസങ്ങൾക്ക്. ചൊവ്വാഴ്ച ദിവസം തിഥി നോക്കുകയാണെങ്കിൽ ഷഷ്ടി തിഥിയാണ്. മുരുകന് വളരെ വിശേഷപ്പെട്ട തിഥി. ഇനി നക്ഷത്രം നോക്കുകയാണെങ്കിൽ ഉത്രം നക്ഷത്രം. സൂര്യ ഉദയ കണക്കനുസരിച്ചാണെങ്കിൽ ഉത്രം നക്ഷത്രം ജൂലൈ 2 എന്നാൽ ജൂലൈ 1 ഏകദേശം 12:33 തന്നെ ഉത്രം നക്ഷത്രം തുടങ്ങുന്നുണ്ട്. ഭഗവാൻ അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം കൂടിയാണ് ഉത്രം നക്ഷത്രമെങ്കിലും മുരുകനുമായും ഉത്രം നക്ഷത്രം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് പങ്കുണി ഉത്രം നമ്മുടെ നാട്ടിൽ അത്ര വലിയ പ്രാധാന്യമില്ലെങ്കിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പങ്കുണി ഉത്രം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട പവിത്രമായ ഒരു വലിയ ആഘോഷം തന്നെയാണ്. ശിവപാർവതിയുടെ തൃക്കല്യാണവും മുരുകനും ദേവസേനയും തമ്മിലുള്ള വിവാഹവും പങ്കുണി ഉത്രത്തിലായിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അധിപതി സൂര്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിൽ സൂര്യൻ ശുഭകരമല്ലാത്ത സ്ഥാനത്തിലാണെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും ഇന്നീ ദിവസം വയ്ക്കുന്ന ദീപം നല്ല ഫലം തരും. അതായത് സൂര്യൻ നമ്മുടെ ജാതകത്തിൽ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ, നെഗറ്റീവ് സൈഡിലാണെങ്കിൽ ആ വ്യക്തിക്ക് അഹംഭാവം, അഹങ്കാരം, പിതാവുമായി മോശമായി അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളൊരു വ്യക്തി, പിതാവിൻ്റെ സ്ഥാനത്തുള്ളൊരു വ്യക്തിയുമായി സുഖകരമല്ലാത്തൊരു ബന്ധം, കൂടാതെ ഹൃദയ സംബന്ധമായ, നേത്ര സംബന്ധമായ രോഗങ്ങളും രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും ഇത്തരക്കാർക്ക്. ഇതിനെല്ലാം പരിഹാരം കൂടിയാണ് നാളെ അടുത്തതായി പറയാൻ പോകുന്ന സമയത്ത് ദീപം വെച്ച് കഴിഞ്ഞാൽ. ഇനി ചൊവ്വാഴ്ച ദിവസം എങ്ങനെ വ്രതം ഇരിക്കാം എന്നുള്ളത് നോക്കാം. ജൂലൈ 1 കുമാരഷഷ്ടിയാണെങ്കിലും വ്രതം തുടങ്ങേണ്ടത് തലേ ദിവസം പഞ്ചമിയാണ്. തലേ ദിവസം അതായത് ജൂൺ 30 പഞ്ചമിയിൽ ഒരിക്കലിരുന്നു കൊണ്ട് ജൂലൈ 1 പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാം. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാം. പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർ ലഘുവായ ഭക്ഷണം എടുക്കാവുന്നതാണ്. ചൊവ്വാഹോരയും ഷഷ്ടി തിഥിയും ശുക്ലപക്ഷവും ഉത്രം നക്ഷത്രവും ചേർന്ന് വരുന്ന ജൂലൈ 1 ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള ചൊവ്വാഹോരയിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഷഡ്കോണം കോലം വരച്ച് ശരവണഭവ എന്ന് ചുറ്റിലുമായിട്ട് എഴുതി 6 വിളക്കിൽ നെയ്യൊഴിച്ച് ചുവന്ന തിരിയിട്ട്, 6 വിളക്കില്ലെങ്കിൽ 6 ചിരാതുകളിലായി വെറ്റില വെച്ച് ഈ ഷഡ്കോണ കോലത്തിന് ചുറ്റിലുമായി 6 വെറ്റിലകൾ വെച്ച് ചിരാതിൽ നെയ്യൊഴിച്ച് ചുവന്ന തിരിയോ വെള്ള പഞ്ഞിത്തിരിയോ ഇട്ടുകൊണ്ട് നമുക്ക് ദീപം കൊളുത്താം. ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള ചൊവ്വ ഹോരയിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ പൂക്കളാൽ അലങ്കരിച്ച്
വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്തുകൊണ്ട് സുബ്രഹ്മണ്യന് ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചാമൃതവും തിനയരി പായസവും നൈവേദ്യമായി വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ ഭഗവാന് മുന്നിൽ ഒരിറ്റ കണ്ണീരോടുകൂടി സമർപ്പിക്കാവുന്നതാണ്. വളരെ ലളിതമായി അടുക്കുവാൻ സാധിക്കുന്ന ഭക്തഹൃദയങ്ങളിൽ ഒരു പടുകൂറ്റൻ മലയ്ക്ക് മുകളിലിരുന്ന് അനുഗ്രഹം വാരി വിതറുന്ന ആ പഴനി ആണ്ടവന്, പഞ്ചാമൃത പ്രിയന്, കാർത്തികേയന് നിങ്ങളുടെ സങ്കടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ജൂലൈ 2-ാം തീയതി തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക. ജൂലൈ 1-ാം തീയതി കുമാരഷഷ്ഠിയിൽ ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ 6 മുഖ വിളക്ക് തെളിയിച്ചു വയ്ക്കുവാനും നൈവേദ്യമായി പഞ്ചാമൃതമോ അല്ലെങ്കിൽ തിനയരി പായസമോ വയ്ക്കാനോ വേൽമാറൽ, കന്ദസഷ്ടി, കവചം തുടങ്ങിയ മന്ത്രങ്ങൾ പാരായണം ചെയ്യുവാനോ മറക്കരുത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഓം ശരവണ ഭവ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമ എന്ന മന്ത്രമോ 108 തവണയോ 1008 തവണയോ ചൊല്ലാവുന്നതാണ്. ഒരിക്കൽ കൂടി സമയം പറയാം. ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ 1:50 ദീപം വയ്ക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ വളരെ ഉത്തമം. ഷഡ്കോണ കോലം അരിമാവ് ഉപയോഗിച്ച് വരയ്ക്കാൻ മറക്കരുത്. പച്ചരി ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഷഡ്കോണം എങ്ങനെ വരയ്ക്കുക എന്നൊക്കെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞൊരു സ്റ്റാർ വരയ്ക്കുക. ഓരോ എഡ്ജസ് ഒരു 6 എഡ്ജസ് ഉണ്ടായിരിക്കും. ഷ ര വ ണ ഭ വ എന്നെഴുതിയിട്ട് നടുക്ക് ഓം എന്നെഴുതാം. ഭഗവാന്റെ പ്രണവ മന്ദിരം, അതിന് ചുറ്റിലുമായിട്ട് 6 വെറ്റിലകൾ വെച്ച് 6 അകൽ വിളക്കിൽ നെയ്യൊഴിച്ച് ചുവന്ന തിരിയിട്ട് ദീപം കൊളുത്താം. അല്ലെങ്കിൽ ഈ 6 മുഖ വിളക്ക് തെളിയിക്കുന്നതും വളരെ നല്ലതാണ്. ഈ 6 മുഖ വിളക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഭഗവാൻ മുരുകനെ വളരെ വിശേഷപ്പെട്ട 6 മുഖ വിളക്കാണ്. വേലോട് കൂടിയിട്ടുള്ള 6 മുഖ വിളക്ക് സൈറ്റും കൊടുക്കുന്നുണ്ട്. സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 6 മുഖ വിളക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. വലിയ വിളക്കിന് 1299 രൂപയും ചെറിയ വിളക്കിന് 1050 രൂപയുമാണ് വില വരുന്നത്. എന്നിട്ട് ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം ശരവണ ഭവ എന്ന് 108 തവണ ചൊല്ലാം. അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമ എന്ന് 108 തവണ അല്ലെങ്കിൽ 1008 തവണ ചൊല്ലുന്നത് വളരെ നല്ല ഫലം തരും. എല്ലാവരുടെ ജീവിതത്തിലും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം 100% ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും ഒത്തിരി സ്നേഹം. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനുക്കേ.